നമസ്കാരം. ഭാരതത്തിൻ്റെ ഭൂപ്രകൃതിയിലൂടെ തെക്കുവടക്കായി നടന്നു തീർത്ത ഭാരത് ജോഡോ യാത്രയുടെ വമ്പിച്ച വിജയത്തിന് ശേഷം മറ്റൊരു ഐതിഹാസിക യാത്രയ്ക്കൊരുങ്ങുകയാണ് രാഹുൽ ഗാന്ധി. ഇത്തവണയത് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രവിശ്യയായ മണിപ്പൂരിൽ തുടങ്ങി പടിഞ്ഞാറ് മുംബൈ തീരത്ത് സമാപിക്കുന്ന രീതിയിലാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം പതിപ്പിന് ഭാരത് ന്യായ് യാത്ര എന്നാണ് പേരിട്ടിരിക്കുന്നത്. ജനുവരി 14 മുതൽ മാർച്ച് 20 വരെ മണിപ്പൂരിനും മുംബൈക്കുമിടയിൽ പാർട്ടി നേതാവും എംപിയുമായ രാഹുൽ ഗാന്ധി ഭാരത് ന്യായ് യാത്ര നയിക്കുമെന്ന് കോൺഗ്രസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 14 സംസ്ഥാനങ്ങളിലായി 6200 കിലോമീറ്റർ സഞ്ചരിക്കുന്ന യാത്ര പദയാത്രയോടൊപ്പം ബസ് യാത്രയും ചേർന്നാണ് നടത്തുക എന്നാണ് പാർട്ടി അറിയിച്ചത്. സാമ്പത്തിക അസമത്വം, സാമൂഹിക ധ്രുവീകരണം, സ്വേച്ഛാധിപത്യ ഭരണം തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ച ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം ന്യായ് യാത്ര സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ അനീതി ഉയർത്തിക്കാട്ടുമെന്ന് കോൺഗ്രസ് നേതാക്കളായ KC വേണുഗോപാലും ജയറാം രമേശും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. യാത്രയുടെ റൂട്ടിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് പങ്കുവയ്ക്കുമെന്ന് അറിയിച്ച വേണുഗോപാൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടന്നില്ല. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 7-ന് 12 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും കൂടി 4000-ലധികം കിലോമീറ്റർ സഞ്ചരിച്ച് നടത്തിയ കന്യാകുമാരി കശ്മീർ ഭാരത് ജോഡോ യാത്ര വമ്പിച്ച വിജയമായ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് പുതിയ യാത്രയ്ക്കുള്ള സന്നാഹങ്ങൾ ആരംഭിക്കുന്നത്. ഈ വർഷം ജനുവരി 30-ന് ശ്രീനഗറിൽ സമാപിച്ച ജോഡോ യാത്രയിൽ 12 വലിയ പൊതുയോഗങ്ങൾ, 100-ലധികം സ്ട്രീറ്റ് കോർണർ മീറ്റിംഗുകൾ, 13 വാർത്താ സമ്മേളനങ്ങൾ, 275-ലധികം പൊതുജന സംവേദന പരിപാടികൾ, 100-ലധികം കൂടിയിരിപ്പുകൾ എന്നിങ്ങനെയുള്ള പരിപാടികളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തൻ്റെ യാത്ര പൂർത്തിയാക്കിയത്. 14 സംസ്ഥാനങ്ങളിലെ 85 ജില്ലകൾ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ന്യായ് യാത്രയിൽ പങ്കെടുക്കും. മണിപ്പൂർ, നാഗാലാൻഡ്, അസം, മേഘാലയ, പശ്ചിമ ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലായി 6200 കിലോമീറ്റർ യാത്ര നടത്തും. ജനുവരി 14-ന് മണിപ്പൂരിൽ നിന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ മാർച്ച് ഫ്ലാഗ് ഓഫ് ചെയ്യും എന്നൊക്കെയുള്ള പ്രാഥമിക വിവരങ്ങളാണ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ജനങ്ങൾക്ക് പരമാവധി പ്രവേശനം നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഭാരത് ന്യായ് യാത്രയുടെ യാത്രാമാർഗം പ്രധാനമായും ബസ്സുകളിലായിരിക്കും. എന്നാൽ മാർച്ചിൽ ഇടയ്ക്കിടെയുള്ള ചെറിയ ദൂരങ്ങൾക്ക് പദയാത്രയും ഉണ്ടാകും എന്നാണ് അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ കന്യാകുമാരിയിൽ ആരംഭിച്ച് വടക്ക് കശ്മീരിൽ അവസാനിച്ച ഭാരത് ജോഡോ യാത്രയെ ചരിത്രയാത്ര എന്ന് വിശേഷിപ്പിച്ച KC വേണുഗോപാൽ ഭാരത് ജോഡോ യാത്രയിൽ നിന്ന് മികച്ച അനുഭവം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന മികച്ച യാത്രയായിരിക്കും ഭാരത് ന്യായ് യാത്രയെന്നും കൂട്ടിച്ചേർത്തു. ഈ യാത്ര യുവാക്കൾ, സ്ത്രീകൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ എന്നിവരുമായി സംവദിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്ന് വേണുഗോപാൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഭാരത് ന്യായ് യാത്രയുടെ പ്രഖ്യാപനം കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ കിഴക്ക് പടിഞ്ഞാറായി ഒരു യാത്ര ആരംഭിക്കാൻ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടു. തുടർന്ന് CWCയുടെ അഭിപ്രായം ഏറ്റെടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു എന്നാണ് വേണുഗോപാൽ പറഞ്ഞത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉത്തരേന്ത്യയെ ഇളക്കിമറിക്കാനൊരുങ്ങുന്ന ഭാരത് ന്യായ് യാത്ര പൂർത്തിയാവുന്നതോടെ തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള ഊർജം കൈവരിക്കാനാകും എന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് വെച്ചു പുലർത്തുന്നത്. രണ്ടാം യാത്ര കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിന് കളമൊരുക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം.